ഹലോ ഫാമിലി. അപ്പോൾ അതാ ഇന്ന് ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനാട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഡെയിലി ചെയ്യുന്നൊരു സ്കിൻ കെയർ ആണ് കേട്ടോ. വെറുതെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. മുഖ്യ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും, എന്നാലും ഞാൻ ചെയ്യുന്നതാട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പയർ പൊടിയാണ് കേട്ടോ. ഞാൻ പയർ വാങ്ങിച്ച് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം അത് പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. നല്ല തരിയുണ്ടോ എന്ന് വെച്ചാൽ നല്ല തരിയുണ്ട്, പക്ഷെ നല്ല അത്യാവശ്യം പൊടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇത് കട്ടയായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതും നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇത് കടലമാവാണ് കേട്ടോ. ഞാൻ വെള്ളക്കടല വാങ്ങിച്ച് അതും കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് ഇതും. അപ്പം ഞാൻ ഇത്രയും സാധനം കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. അതൊരു ചെറിയൊരു ബൗൾ എടുക്കുക. അതിൽ അത്യാവശ്യം ഇപ്പോൾ എത്രയാണ് യൂസ് ചെയ്യുന്നത് അത് കണക്കിന് കുറച്ച്, അതിൻ്റെ കൂടെ ഞാൻ പാലാണ് കേട്ടോ എടുക്കുന്നത്. പാലോ തൈരോ തക്കാളിയോ എന്ത് വേണം നമുക്ക് എടുക്കാം, പക്ഷെ ഞാനിപ്പോൾ പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടലമാവാണ് കേട്ടോ, കുറച്ച് കടലമാവും അത് കഴിഞ്ഞിട്ട് പയർ പൊടിയാണ്. പയർ പൊടി കുറച്ച് ഒരു അല്പം അധികം കടലമാവ് എടുത്തതിനേക്കാളും കുറച്ച് അധികം എടുക്കുന്നുണ്ട്, കാരണം നമുക്ക് സ്ക്രബ് ചെയ്യുക, അതാണ് നമുക്ക് നല്ല യൂസ് ആവുന്നത്. അതിൻ്റെ ശകലം കുടമഞ്ഞൾ മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1-2 സ്പൂൺ മതി കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂൺ അളവെടുക്കുന്നില്ല, അത് മിക്സ് ആവാൻ കിടക്കുന്ന പാൽ ഒഴിച്ച് ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിലായതിന് ശേഷം കേട്ടോ ആ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതായത് ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അത്യാവശ്യം പാൽ മാറ്റി വയ്ക്കണം കേട്ടോ, അതായത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പം നല്ല സ്കിന്നിൽ ഡാർക്ക് സ്പോട്ടും മൂക്കിലുണ്ടായിരുന്ന ആ വൈറ്റ് ഹെയർസും ബ്ലാക്ക് ഹെയർസും ഒക്കെ പോകും കേട്ടോ. എനിക്ക് കണ്ണിൻ്റെ ഇങ്ങനെ റൗണ്ടായി പിന്നെ കഴുത്തിലാട്ടോ എനിക്ക് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉള്ളത്. സത്യം പറയുന്നത് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എൻ്റെ ഫേസിന്. അപ്പം ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് റൗണ്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ചെവിയിലും കഴുത്തിലാണ് കേട്ടോ ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്, കാരണം ഈ കഴുത്താണ് നല്ല ഡാർക്കായിട്ട് വരുന്നത് എപ്പോഴും. അങ്ങനെ ഞാൻ മുഖത്ത് ഫുൾ അപ്ലൈ ചെയ്യാണ് കേട്ടോ. മുഖത്തും ചെവിയുടെ സൈഡിലും കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. കയ്യിൽ വെച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഇങ്ങനെ വീണ് പോകുന്നുണ്ട്. അപ്പം ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തു, എന്നാലും ഞാൻ ഗ്യാപ്പുള്ളിടത്തൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കേട്ടോ, 10-15 മിനിറ്റ് നമുക്ക് നല്ല ഡ്രൈ ആകാൻ വയ്ക്കണം. അത് തനിയെ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ തനിയെ ഡ്രൈ ആയിക്കോളും. അപ്പം ഞാൻ കണ്ണിൻ്റെ 4 ചുറ്റും, അതായത് കണ്ണിൻ്റെ ഇങ്ങനെ വട്ടത്തിന് തേക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇപ്പം തന്നെ കണ്ടില്ലേ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ഇങ്ങനെ വലിഞ്ഞ് മുറുകി പിടിക്കുന്ന ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പാൽ വെച്ച് തന്നെ നമുക്ക് മുഖം ഒന്ന് കഴുകുന്ന രീതിയിൽ കഴുകിയിട്ട് കഴുകി കളയാനല്ല, കഴുകിയിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ. ഞാനിപ്പം കയ്യിൽ വെച്ച് ഫോൺ കയ്യിൽ പിടിച്ചോണ്ടാണ് കേട്ടോ, അങ്ങനെ ഞാൻ കൈ വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ കൂടെ തന്നെ കാണാം കേട്ടോ നല്ല വ്യത്യാസമുള്ളത്. ഇനി നമുക്ക് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ, നല്ല വൃത്തി വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസ് കണ്ടില്ലേ നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അതായത് നമുക്ക് സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്കിത് ഡെയിലി ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം വരും. ഇതിപ്പോൾ ഞാൻ നോർമൽ ക്യാമറയിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, കഴുത്തിലൊക്കെ നല്ല വ്യത്യാസം വന്നു. അപ്പം നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ബേബി ക്രീമാണ് കേട്ടോ, ഒരു സോഫ്റ്റ്നെസ്സിൻ്റെ ബേബി ക്രീം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ സ്കിൻ കെയർ റൊട്ടീന്.